മഹാദേവൻ, സർവമംഗളങ്ങളും അരുളുന്ന ഈശ്വരൻ. ഉജ്ജയിനിലെ മംഗളനാഥ ക്ഷേത്രത്തിൽ ഈ മംഗളങ്ങൾ മാത്രമല്ല, മംഗൾ അഥവാ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ സാന്നിധ്യമാണ് കൂടുതലായുള്ളത്. ചൊവ്വ എന്ന ഗ്രഹം നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറെ സഹായിക്കുന്ന ഒരു ഗ്രഹ സാന്നിധ്യമാണ്. ചൊവ്വ എന്നാൽ മഹാദേവൻ്റെ നാമത്തിൽ ഇവിടെ നിലകൊള്ളുന്ന എന്താണ്, അല്ലെങ്കിൽ ഒരു ശിവലിംഗ രൂപത്തിൽ ഇവിടെ ആരാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? മത്സ്യപുരാണത്തിലാണ് ഇതിനെ സംബന്ധിയായിട്ടുള്ള ഐതിഹ്യം പറയുന്നത്. മത്സ്യപുരാണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അവന്തി എന്ന ഈ ദേശത്താണ് മംഗളം അല്ലെങ്കിൽ മംഗൾ ചൊവ്വാഗ്രഹം ജനിക്കുന്നത് തന്നെയെന്ന്. അതിന് പറയുന്ന ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, മഹാദേവൻ ഒരിക്കൽ അന്ധകാസുരന് അനുഗ്രഹങ്ങൾ നൽകുകയാണ്. അന്ധകാസുരൻ തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി. അന്ധകാസുരൻ നേടിയ വരം മറ്റൊന്നുമായിരുന്നില്ല, എന്നെ ആർക്കും വധിക്കാൻ സാധിക്കരുത്, എൻ്റെ ഓരോ തുള്ളിച്ചോരയും ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അതിൽ നിന്ന് അനേകായിരം അസുരന്മാർ ഉണ്ടായി വരണമെന്ന്. അങ്ങനെയുള്ളൊരു വരം മഹാദേവൻ നൽകുകയും ചെയ്തു. പക്ഷേ വരം നേടിയതിനു ശേഷം അന്ധകാസുരൻ ഭൂമിക്ക് നാശം വിതയ്ക്കാൻ തുടങ്ങി. എങ്ങനെയാണെങ്കിലും ഈ അസുരനെ നിഗ്രഹിച്ചേ മതിയാകുള്ളൂ എന്ന് മഹാദേവൻ തന്നെ മനസ്സിലാക്കി. മഹാദേവൻ തന്നെ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാണ്. നിരന്തരമായ യുദ്ധത്തിൽ വീണ്ടും 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 അന്ധകാസുരന്മാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. മഹാദേവൻ വല്ലാതെ വിയർക്കുകയും ആ വിയർപ്പ് ഭൂമിയിലേക്ക് വീഴുകയും ഭൂമി ആ വിയർപ്പിനെ സ്വീകരിച്ചപ്പോൾ ചൊവ്വ ജനിക്കുകയും ചെയ്തു. അപ്പോൾ ചൊവ്വയുടെ അമ്മ ഭൂമിദേവിയും അച്ഛൻ മഹാദേവനുമാണ്. മഹാദേവൻ്റെ തന്നെ വിയർപ്പാണ് മംഗൾ അഥവാ ചൊവ്വ എന്ന ഗ്രഹം എന്നതുകൊണ്ട് ഇവിടെ ശിവലിംഗ രൂപത്തിലാണ് ഉപാസിക്കുന്നത്. ഇത് കൂടാതെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നൊരു പ്രദേശത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് മെറിഡിയൻ അഥവാ പ്രൈം മെറിഡിയൻ, ഗ്രീൻവിച്ച് രേഖാംശം, അത് കടന്നു പോകുന്നത് ഈ മംഗൾനാഥന് മുകളിലൂടെയായി. പണ്ട് കാലത്ത് ഇതൊരു കുന്നായിരുന്നു. ഇന്നിപ്പോൾ ആ കുന്നിനെ അങ്ങനെ നിർത്തിയിട്ടാണ് തോന്നുന്നു ക്ഷേത്രം പണിതിരിക്കുന്നത്. ആ കുന്നിന് മുകളിൽ നിന്ന് എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഗ്രഹനിരീക്ഷണം ഏറ്റവും നന്നായി നടത്താൻ സാധിക്കുമായിരുന്നു. അന്ന് കാലത്ത് ഉജ്ജയിനി ജ്യോതിശാസ്ത്രത്തിൽ അതീവമായ ഗവേഷണങ്ങൾ, നൂതനമായ ഗവേഷണങ്ങൾ നടത്തിയിരുന്ന ഒരു കേന്ദ്രം കൂടി ആയിരുന്നു. ഏതായാലും അന്ധകാസുരനെ പിന്നീട് മഹാദേവൻ ചവിട്ടിപ്പിടിച്ചു. അന്ധകാസുരനെ അഥവാ മുസലകനെയാണ് മഹാദേവൻ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപസ്മാരകൻ എന്നും പറയാറുണ്ട് കേട്ടോ. എന്തു തന്നെയായാലും ആ അന്ധകാസുരൻ നമ്മളുടെ അജ്ഞതയാണ്, നമ്മളുടെ അറിവില്ലായ്മയാണ്. ഈ അറിവില്ലായ്മയാകട്ടെ, നമ്മൾ ആ അറിവില്ലായ്മയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം, ഈ അറിവില്ലായ്മ കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതെല്ലാം ഈ ഒരു തുള്ളി ചോരയിൽ നിന്ന് 1000 അസുരന്മാരുണ്ടാകും എന്നതുപോലുള്ള അവസ്ഥയാണ് നമ്മളിൽ സൃഷ്ടിക്കുക. അപ്പോൾ മംഗൾനാഥ് സർവ്വ മംഗളങ്ങൾ അരുളുന്നത് നമ്മളുടെ അജ്ഞതകളെ ഇല്ലാതാക്കി കൂടിക്കൊണ്ടാണ്. Mochita's Moksha, Journey to the Self.